കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പോലുള്ള ഒരു മെട്രോ സിറ്റിയിൽ 30 രൂപയ്ക്ക് 3 നേരം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ നാട്ടിൻപുറത്ത് പോലും 30 രൂപയ്ക്ക് നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു മെട്രോ സിറ്റിയിൽ അത് നടക്കുന്ന കാര്യമേ അല്ല. എന്നാൽ അതെങ്ങനെ സാധ്യമാകുന്നു എന്നതിനെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു ചായക്ക് നമ്മൾ 15 രൂപ കൊടുക്കണം മിനിമം ഇവിടെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 ചായ കുടിക്കണമെങ്കിൽ 30 രൂപ കൊടുക്കണം. അപ്പം 30 രൂപയ്ക്ക് ഒരു ദിവസം മൊത്തം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ കർണാടക സംസ്ഥാന സർക്കാരിന്റെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന ഇന്ദിരാ ക്യാന്റീനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ചെന്ന ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ചത്തെ മെനു ആണ് റൈസ് ബാത്തും ഇഡലിയും. 3 ഇഡലിക്ക് 10 രൂപ, അല്ലെങ്കിൽ റൈസ് ബാത്തിന് 10 രൂപ. അഥവാ എനിക്ക് റൈസ് ബാത്ത് 10 രൂപയ്ക്ക് വേണമെങ്കിൽ 5 രൂപയ്ക്കും അവൈലബിൾ ആണ്. ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കാതെയുള്ള ആൾക്കാർക്ക് കുറച്ച് ഭക്ഷണം മതി എന്നുണ്ടെങ്കിൽ 10 രൂപ മതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 5 രൂപ മതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 15 രൂപ ഉണ്ടെങ്കിൽ അവർക്ക് 3 നേരവും ഭക്ഷണം കഴിക്കാം. ഇന്ന് ഒരു മെനു ആണെങ്കിൽ നാളെ ഉണ്ടാകുന്ന ചിലപ്പോൾ പൊങ്കലായിരിക്കും, അല്ലെങ്കിൽ റവ കിച്ചടി ആയിരിക്കാം, അല്ലെങ്കിൽ വാഗി ബാത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ചിത്രണ്ണ ആയിരിക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ റൈസും സാമ്പാറുമാണ്, പിന്നെ കേഡ് റൈസും അവൈലബിൾ ആണ്. ഈ മെനു ഇങ്ങനെ മാറി മാറി വരും. ഞാൻ മേടിച്ചത് റൈസ് ബാത്ത് ആയിരുന്നു. റൈസ് ബാത്തും പൂണ്ടും കൂടാണ് കിട്ടിയത് കൂട്ടത്തില്. അത് മേടിച്ചുകൊണ്ട് ഞാൻ നേരെ വെളിയിലോട്ട് ഇറങ്ങി. അവിടെ കൈ കഴുകാനൊക്കെയുള്ള സൗകര്യമുണ്ട്, വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്, നിന്ന് കഴിക്കേണ്ടവർക്ക് നിന്ന് കഴിക്കാം, അഥവാ ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കാം. അങ്ങനെയുള്ള സൗകര്യമുണ്ട്. കർണാടക സംസ്ഥാന സർക്കാർ 2017 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് സൗത്ത് ഇന്ത്യൻ വെജ് രീതിയിലുള്ള റെസ്റ്റോറന്റ് കർണാടക സംസ്ഥാനത്തുടനീളം പ്രവർത്തനം ആരംഭിച്ചത്. ഇത് കർണാടക സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് പൈസ അനുവദിച്ചിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സബ്സിഡിയോടെയാണ് ഈ ഓരോ ക്യാൻറ്റീനും ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എഴുന്നേറ്റ് പാഴ്സൽ മേടിച്ച് പോകേണ്ടവർക്ക് അതിനുള്ള സൗകര്യവുമുണ്ട്. അടിസ്ഥാന വർഗ്ഗങ്ങളെ സർക്കാർ എങ്ങനെയൊക്കെ കരുതുന്നു എന്നുള്ളതിന് ഒരു നല്ലൊരു ഉദാഹരണമാണിത്. ഞാൻ ഈ ഭക്ഷണം മേടിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഭക്ഷണമായിട്ട് തോന്നി. നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് പോലെ തന്നെ. ഹോട്ടലിൽ നമ്മൾ ഇതേ സാധനം പുറത്ത് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ മിനിമം 40 രൂപ കൊടുക്കണം. ആ സ്ഥാനത്താണ് ഞാനിപ്പോൾ 10 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. അടിസ്ഥാന വർഗ്ഗങ്ങളായ ശുചീകരണ തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവേഴ്സ്, ചെറിയ ചെറിയ കച്ചവടക്കാര്, മാർക്കറ്റിലെ തൊഴിലാളികൾ, ആലംബമൊന്നുമില്ല അതെങ്ങനെ അലഞ്ഞു നടക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള എല്ലാവരുമാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ആശ്രയിക്കുന്നത്. കർണാടക ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന കർണാടക സംസ്ഥാനത്തുടനീളം ഉണ്ട് ഒരുപാട് ക്യാൻറ്റീനുകൾ. അതിൽ ബാംഗ്ലൂരിലാണ് ഏറ്റവും കൂടുതൽ. 200 ക്യാൻറ്റീൻ മാത്രം ഉണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ. അപ്പൊ ഈ സിറ്റിയിൽ 10 രൂപ 15 രൂപ ഉണ്ടെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണ് എല്ലാവർക്കും ഉള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.